ചാണ്ടിയുമ്മൻ പലകുറി സൂചിപ്പിച്ചല്ലോ, ആ വീണ് കിടക്കുന്ന കെട്ടിടത്തിനകത്ത് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് രണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്, ആരുമില്ല. മന്ത്രിമാർ തന്നെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് പരിശോധിക്കുക? ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നലെ 1 ഡസൻ മന്ത്രിമാര് കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സംസ്ഥാന പോലീസ് മേധാവി ഉണ്ടായിരുന്നു, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി ഉണ്ടായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും 4 ജില്ലാ കളക്ടറും അടക്കം ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ട്, ഒന്ന് കൂവിയാൽ കേൾക്കുന്ന അകലത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിട്ട് പോലും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാൻ 2.5 മണിക്കൂറും ഒരു മനുഷ്യജീവനും വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദിസ് ഗവൺമെന്റ്? ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് എന്ത് വിലയാണ് ഈ സർക്കാർ കൊടുക്കുന്നത്? കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശ്രീ എം സ്വരാജിന് കിട്ടിയ 66,000 വോട്ടിൽ അഭിമാനിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു CPM അനുഭാവിയായ ഡോക്ടർ, ആ ഡോക്ടർക്ക് പോലും പുറത്തേക്ക് ഇറങ്ങി വന്ന ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾക്ക്, കെടുകാര്യസ്ഥതകൾക്കെതിരായി വിലാപകാവ്യം എഴുതേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാൻ 36 മണിക്കൂർ എടുക്കുന്ന വ്യവസ്ഥയിലാണ് ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗമുള്ളത്. മൊബൈൽ ഫോണുകൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആ വെളിച്ചത്തിൽ പ്രസവം എടുക്കേണ്ടി വന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാനത്തിനകത്താണ്. പണ്ട് നമ്മൾ വാട്സപ്പിലൊക്കെ തമാശയായി വായിച്ചിട്ടുള്ള സർജറി കഴിഞ്ഞ് രോഗിയുടെ വയറ്റിൽ കത്രികയിരിക്കുന്നു എന്ന് പറയുന്ന ആ തമാശയെ സത്യമാക്കി മാറ്റിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. ഈ സർക്കാരിന്റെ കാലത്ത് കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് പറയുമ്പോൾ വീഴ്ചകളുടെ എണ്ണത്തിൽ നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനം. കാലാകാലങ്ങളായി കൈമാറി വരുന്ന ആരോഗ്യ വകുപ്പിന്റെ മേന്മയല്ലാതെ ഈ സർക്കാരിന് അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ഈ സർക്കാരിന് എന്തെങ്കിലും പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന 2 ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡ്. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു? ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? പിന്നെ വന്നത് എന്താ? കോവിഡ്. കോവിഡിന്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്തെ ഏറ്റവും അധികം കോവിഡ് രോഗികൾ ബാധിച്ച സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം കേരളത്തിന്. ഈ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച മരിച്ചതിന്റെ കണക്കിൽ 2ാം സ്ഥാനം കേരളത്തിന്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ കോവിഡ് രോഗികൾ മരിച്ചതിന്റെ കണക്ക് പൂഴ്ത്തിവെച്ചതിന്റെ ചരിത്രമുണ്ടെങ്കിൽ അതും ഈ സർക്കാരിന്. അങ്ങനെ ഈ ആരോഗ്യ മേഖലയെ ആകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും. മുൻപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നാണ്. അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന വിളികൾ കേൾക്കുന്ന ഈ സർക്കാരിന് തലയോലപ്പറമ്പിലെ ഒരു സാധു സ്ത്രീയുടെ നിലവിളി കേൾക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഈ സർക്കാരിനോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇന്നലെ തകർന്നു വീണ ആ കെട്ടിടം പോലെ ഈ സർക്കാർ തകർന്ന് തരിപ്പണമാക്കും. ആ തകർന്ന് തരിപ്പണമാകുന്നതിന് മുന്നിൽ മുകളിൽ നിന്ന് ഈ ജനങ്ങൾ സംഹാര താണ്ഡവമാടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീമതി വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇന്നലെ പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരാളുടെയും രോഗാവസ്ഥയെ നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ ഇല്ല. അവരുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചമാകട്ടെ. അവരുടെ ആരോഗ്യം മെച്ചമായാലും കേരളത്തിന്റെ ആരോഗ്യം അവരുടെ കൈകൊണ്ട് മെച്ചമാകുമെന്ന പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് ശ്രീമതി വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ തുടർ സമരങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്